കുറച്ച് ദിവസമായിട്ടുണ്ടായില്ല. ഇവിടെ എല്ലാവർക്കും പനിയാണ്. ഫസ്റ്റ് ഉമ്മാക്ക വാങ്ങിച്ചത്, ഉമ്മാൻ്റെ പോകുമ്പോഴേക്കും എനിക്ക് വാങ്ങിച്ച്, രണ്ട് കഴിയുമ്പോഴേക്കും മാച്ചൂന് വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരും സൈഡായി. അപ്പോൾ പിന്നെ ഏകദേശം എനിക്ക് തോന്നി ഒമിക്രോൺ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല. അനങ്ങാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് ജിമ്മിനും എവിടെയും പോക്കില്ല. അങ്ങനെ ഇന്നലെ മുതൽ ജിമ്മിനൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഇപ്പോൾ പോയി വന്ന് കുറച്ച് ആരോഗ്യമൊക്കെ ശരിയായതുകൊണ്ട് വിചാരിച്ച് ഏതായാലും ഫുൾ ക്ലീനിങ്ങിന് ഇറങ്ങാൻ. വീടെല്ലാം മൊത്തം പൊടി പിടിച്ചിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അങ്ങനെ ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മളിത് കമ്പ്യൂട്ടറിലും ആദ്യം തുടച്ച് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് തുടച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗമെല്ലാം തുടച്ച് കഴിയുമ്പോഴേക്കാണ് ഇവിടെ ഒരു സാധനം കണ്ടത്. ആമസോണിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്ന സാധനമാണ്. അതായത് എനിക്ക് പനി പിടിക്കുന്നതിൻ്റെ തലേന്ന് വന്ന സാധനമാണ്. അപ്പോൾ തുറക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം പനി പിടിച്ചിട്ട് അത് വലിയ മൂടൊന്നും ഉണ്ടായില്ലേ. എന്തെന്ന് ഇപ്പം നോക്കണ്ടേ വിചാരിച്ചിട്ട് അത് അവിടെ മൂലക്കിട്ടതാണ്. ഇപ്പം ഇന്ന് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴേക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. എന്തിനാണ് എനിക്ക് ഓർമ്മ, ഇത് അന്ന് വന്ന സാധനമല്ല, ഞാൻ തുറന്നു നോക്കിയിട്ടില്ലാന്ന്. ഇനിയിപ്പോൾ ഏതായാലും തുറന്നു നോക്കട്ടെ. അതിൽ മില്ലറ്റ്സും ക്യൂൻവി അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഒരു ഓഫർ, ആമസോണിൽ ഒരു ഓഫർ കണ്ടുകൊണ്ട് ഞാൻ ഏതായാലും ഒന്ന് വാങ്ങിക്കാതെ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഏതായാലും ഇനി അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് തന്നെ ഉച്ചക്കുള്ള ഫുഡ് അത് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഇത് ക്യൂൻവിയാണ്. അതുപോലെ തന്നെ ഇത് ഒരു 5 പാക്കറ്റ്സ് മില്ലറ്റ്സ് ആണ്. അതെന്തെല്ലാമാണ് ഞാൻ കാണിച്ചത്. പ്രോസോ മില്ലറ്റ്, ബ്രാനിയാഡ് മില്ലറ്റ്, അതുപോലെ തന്നെ മോഡോ മില്ലറ്റ്, ഇത് ലിറ്റിൽ മില്ലറ്റ്, ഇത് ഫോക്സ് സ്റ്റൈൽ മില്ലറ്റ്. ഗൈസ്, അങ്ങനെ എൻ്റെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് ക്ലീനൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, പൊട്ടി പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പണിയാണ് കിട്ടിയത്. ഇനിയിപ്പം എല്ലാ പണിയും ഒരുമിച്ച് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ആദ്യം സുഖമില്ലാണ്ടാവുമോ എന്നല്ല, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളും കഴിഞ്ഞ് എന്നെ അടുത്തതെന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഓൾറെഡി ഉമ്മ ചോറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരാഴ്ചയായിട്ട് എൻ്റെ ഡയറ്റൊക്കെ തെറ്റിയിട്ടുള്ളത്. സുഖമില്ലാണ്ടായതുകൊണ്ടെന്ന് പറഞ്ഞാൽ മരുന്നെല്ലാം കഴിക്കുന്നതുകൊണ്ട് ഡയറ്റ് എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഏതായാലും ഇന്ന് മുതൽ ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്യൂൻവ വെച്ചിട്ടാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ക്യൂൻവ വെച്ചിട്ട് എന്നതിന് പേരൊന്നും എനിക്കറിയില്ല. എല്ലാം എന്താ പറയുക, വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടൊരു മിക്സിങ് ഉപ്മാവ് മോഡൽ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കണം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂൻവ എത്ര എടുത്താൽ അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം തന്നെ എടുക്കണം. അപ്പോൾ അതെല്ലാം എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്കിതൊന്ന് എന്താ പറയുക എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കണം. അപ്പോൾ ഒലിവ് ഓയിൽ ചൂടാകുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. 5-6 അല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ടെടുക്കണം. അപ്പോൾ ചെറിയൊരു കഷ്ണം സവാള മാത്രമേ ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാള മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാബേജ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഒരു 5-6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാബേജ് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനിടയിൽ തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടെടുക്കണം. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിലെല്ലാം ചെയ്യുന്നില്ലേ, ഏകദേശം ഒരു ഹാഫ് കുക്കഡ് ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 എഗ്ഗ് വൈറ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുള്ള ക്യൂൻവി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് ക്യാബേജിന് പകരം കോളിഫ്ലവറോ അല്ലെങ്കിൽ ബ്രൊക്കോളി ഏതാണ് നമ്മുടെ കയ്യിലത് അത് യൂസ് ചെയ്യാം കേട്ടോ. ബ്രൊക്കോളിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി റിച്ചായി. എൻ്റെ കയ്യിൽ ഇന്നൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വെജിറ്റബിൾസ് വാങ്ങിച്ചാൽ ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ നാളെ പോയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ആകെ ഉള്ളത് ഒരു കുഞ്ഞ് കഷ്ണം ക്യാബേജാണ്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടതാണ്. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയാണ്. ക്യൂൻവ നല്ല ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഗ്രെയിനാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ലോസ് എല്ലാം ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയത് ഈ ക്യൂൻവ, മില്ലറ്റ് പോലത്തെ സാധനങ്ങൾ. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ ഞാൻ ഒന്ന് ടൗണിൽ പോകാൻ വേണ്ടി ഇറങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിറുവിൻ്റെ മരുന്ന് കുറേ ആയി വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പോൾ ഉപ്പ് പോകുന്ന സമയത്ത് ഞാൻ കയ്യിൽ കൊടുക്കാൻ നിന്നിരുന്നു. എപ്പോൾ അങ്ങനെ കൊടുക്കൽ, പക്ഷേ ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഖത്തറിൽ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്, മരുന്നൊന്നും കൊണ്ടുപോകാൻ വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്ത് ബുദ്ധിമുട്ടാകേണ്ട, ഏതായാലും കൊറിയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി പോകുന്നത്. ഞാൻ മുമ്പേ നമ്മുടെ പ്ലാൻസ്
എല്ലാം കൊടുക്കുന്ന DTDCയിലാണ്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരാഴ്ച കൊണ്ട് അവിടെ ഡെലിവറി ആവുന്നല്ല പറഞ്ഞത്. പിന്നെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ മാച്ചുവിന് ലൈറ്റ് വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. ഫിഷ് ടാങ്കിൻ്റെ ലൈറ്റ് പിന്നെ അത്ര ഒരു തെളിച്ചം പോരാ, കുറച്ചും കൂടി പവറുള്ള ലൈറ്റ് വാങ്ങിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. പപ്പിയും മോനും കൂടി ഓർഡർ ചെയ്തതാണ്. ഈ കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വരുന്നു. ഞാൻ ചോദിച്ചു എവിടെയൊക്കെ പറയാം, എനിക്ക് ലൈറ്റ് വാങ്ങിക്കണം, ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുതപ്പാർക്കുന്ന് പിന്നെ എന്താ പറയുക ഷെറുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷമൽ എന്നിട്ട്, അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അതും വാങ്ങിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഫ്രണ്ട്സ്, നമ്മൾ മറ്റുള്ള കൺട്രീസിലേക്ക് ഇതുപോലെ മെഡിസിനെല്ലാം അയക്കുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വേണ്ടത് പിന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ ബില്ല്, ഇത് രണ്ടും ഒറിജിനൽ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, നമ്മൾ ആരാണോ അയക്കുന്നത് ആധാർ കാർഡിൻ്റെ കോപ്പി. ഇത് മൂന്നെണ്ണം പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഓരോ കൺട്രീസിലും ഓരോ മെഡിസിൻസ് ബാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അയക്കുന്ന മെഡിസിൻ ബാൻ ചെയ്തതാണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പിന്നെ നമ്മൾ ഇതേപോലെ കൊറിയർ ഏത് കൊറിയറായിട്ട് ബന്ധപ്പെട്ട് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊറിയറിലൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ബാൻ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ നമ്മളെ ബുക്കിംഗ് കഴിഞ്ഞാൽ നേരെ പുതപ്പാറത്തേക്ക് പോകണം. പുതപ്പാറ പോയിട്ട് മാറ്റുവിൻ്റെ ലൈറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പം മീൻ വാങ്ങിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് അവിടെ എത്തുമ്പോൾ ഓരോരോ സാധനം കൂടി വരുമോ എന്നറിയില്ല. എന്തായാലും സമയം കഴിഞ്ഞാലും സാധനത്തിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. നല്ല ലൈറ്റ് ഉണ്ടല്ലേ. ആ ഓക്കെ കിട്ടും. പിന്നെ എനിക്കെന്തുണ്ടാ ഈ മീൻ വാങ്ങിച്ചോ അല്ലേ? സാധനം വാങ്ങിക്കാനും തിരക്കാന്ന്, വാങ്ങിച്ചുകൊണ്ടുവന്ന ഫിറ്റ് ചെയ്യാനും തിരക്കാന്ന്. അയ്യോ, രാവിലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു മനസ്സമാധാനം തരുന്നില്ല. അയ്യോ, ഒന്നും കൂടി വെക്കാനാ? ലൈറ്റ് കുറവാന്നിനിപ്പോൾ ആദ്യം നമ്മളെ പഴയ മുടി തന്നെ എടുത്ത് വെക്കണം. ഇവിടെ കണ്ട കുറേ സാധനം വേറെ വെച്ചിട്ടുണ്ട്. അതിനാ ലൈറ്റ് ഓഫാക്കിയിട്ട് കാണിച്ചു തരാട്ടോ, എന്നാലും അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. ഉമ്മാമ കാണാണ്ട് നമ്മൾ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇത് ഗപ്പി. പിന്നെ ഇതാ ഇവിടെ ഒരു പാത്രത്തിൽ എന്തത് ക്രൈഫിഷ്, പിന്നെ ഇവിടെ വേറെ ഒന്നുണ്ട്. ഇതെല്ലാം എന്നിട്ട് നമ്മളെ മാച്ചക്കൂട്ടൻ്റെ പരിപാടി കുഞ്ഞു കുഞ്ഞു കുപ്പിയിലാക്കിയിട്ട് ഓരോ സാധനം ആദ്യം മുകളിലാണ് ഉണ്ടാക്കൽ. മുകളിൽ നിന്ന് ഉമ്മാമ പിടിക്കുന്നതുകൊണ്ട് പിന്നെ എൻ്റെ റൂമിലേക്ക് മാറ്റി. ഇപ്പോൾ ഫുൾ സെറ്റപ്പ് എൻ്റെ റൂമിലാണ്. ഇങ്ങനെ ഓരോരോ സാധനം ഉണ്ട്. പിന്നെ ഞാനൊന്നും പറയില്ല, ഞാനൊക്കെ പോട്ട് സാറില്ല, കുട്ടികളല്ലേ. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇതെല്ലാം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരതെല്ലാം വിടും, പഠിപ്പിലേക്കെല്ലാം പോകും. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി തന്നെ നമ്മൾ വീണ്ടും കാണുന്നത്. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.